ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ മാർക്കോയുടെ പാൻ ഇന്ത്യൻ ഹിറ്റിന് ശേഷം നമ്മുടെ ഉണ്ണി മുകുന്ദൻ നായകനായിട്ട് വന്നൊരു പടമാണ് ഗെറ്റ് സെറ്റ് ബേബി. അതിൽ നമ്മുടെ പ്രധാന കഥാപാത്രമായിട്ട് ഉണ്ണി മുകുന്ദനും നിഖില വിമലും ആണ്. പടം എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ സെറ്റപ്പ് ഇല്ല, ഒരു ആവറേജ് അല്ലെ ഒരു ബിലോ ആവറേജ് ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ പടം നമ്മൾ ഈ അടുത്ത് കണ്ട അൻപോട് കൺമണി എന്ന് പറഞ്ഞ അർജുന ഷോവിന്റെ പടം, അങ്ങനെ കുറെ പടം ഈ പ്ലോട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെനിക്കൊരു OTT വാച്ചബിൾ മൂവി പോലെയാണ് തോന്നിയത്. തിയേറ്ററിക്കൽ വാച്ച് അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം. അപ്പം നമ്മൾ ഈ പടത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പം ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ ഒരു 10-25 മിനിറ്റ് നല്ല എൻഗേജ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പടം അങ്ങോട്ട് താഴത്തേക്ക് പോകുന്നു. ഇന്റർവെല്ലിൽ വരെയും വലിച്ചു നീട്ടലാണ് ആദ്യത്തെ ആ 25 മിനിറ്റ് കഴിഞ്ഞിട്ട്. ആ ഇന്റർവെൽ ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നീട് അങ്ങോട്ട് എന്താ സംഭവിക്കാൻ പോണേ. സെയിം പ്ലോട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങോട്ട് നമുക്ക് വേഗം മനസ്സിലാവും. സെക്കൻഡ് ഹാഫും അതെ, ഭയങ്കര ഒരു ബോർ അടിക്കണ രീതിയിൽ തന്നെ എടുത്തു വെച്ചേക്കണ പോലെ എനിക്ക് തോന്നി. അങ്ങനെ ലാസ്റ്റ് ഇതിലൊരു 10-20 മിനിറ്റ് 25 മിനിറ്റ് ക്ലൈമാക്സ് സീനുണ്ട്. അതിൽ കുറച്ച് ഇമോഷൻസ് ഉണ്ട്. അത് നമുക്ക് നല്ലപോലെ, അത് എനിക്ക് നല്ലപോലെ കണക്ട് ആയി. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണല്ലോ. ആ സമയത്ത് ഉണ്ണി മുകുന്ദന്റെ പെർഫോമൻസും നല്ല രസം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും എനിക്ക് പടം ആസ് എ ഹോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ പടം. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ്, ഈ പടം ഒന്ന് ഷോർട്ടൻ ചെയ്തായിരുന്നെങ്കിൽ, ഇതിപ്പോ 2 മണിക്കൂർ 17 മിനിറ്റ് എന്തുകൊണ്ട്, ഇത് 1 മണിക്കൂർ 40 മിനിറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടിയും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയ എന്ന് എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. അപ്പം നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാട്ടോ.